ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇടിച്ചക്ക എങ്ങനെ വെക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് ഇടിച്ചക്കൻ്റെ ആ ഒരു പ്രായമൊന്നും ഇതിനായിട്ടില്ല, കുറച്ചും കൂടി ചെറുതാണത്. അതിനേക്കാളും കുറച്ചുകൂടി മൂത്തതാവുമ്പോഴേ ഇടിച്ചക്കൻ്റെ പ്രായമാവുള്ളൂ. ഇത് പിന്നെ ഞാൻ വിളഞ്ഞ് നമ്മൾ ഈളുമിലാക്കി വെച്ചാൽ മൈലാഞ്ചിയൊക്കെ ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉറ്റിച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. ഉരുക്കിക്കാണ്ട് ഉറ്റിച്ച് കൊടുക്കുക, അപ്പോൾ നല്ല രസമുണ്ടാവും കയ്യിൻ്റെ അടി കാണാൻ. പിന്നെ ആ ചക്കൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ ഭയങ്കര പാടായിന് കേട്ടോ. പിന്നെ ഭയങ്കര ഉറപ്പേനി. അപ്പോൾ അത് പൊളിച്ച് കിട്ടണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് എനിക്ക് തോന്നുന്നത് അത് ഇടിച്ചക്കൻ്റെ ആ ഒരു പ്രായമായിട്ടില്ല, ചെറിയതാണ്. അപ്പോൾ അതുകൊണ്ടാവും ഞങ്ങൾ പ്ലാവ് തോല് ഒഴിച്ചപ്പം അപ്പോൾ അതുമ്മലുണ്ടായ ഒരു ചക്കയാണ്. അപ്പോൾ ഏതായാലും അത് വേസ്റ്റ് ആക്കണ്ട, ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ആ കൂന് മാത്രം എടുത്ത് ഒഴിവാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചുളയൊന്നും ഉണ്ടായിട്ടില്ല, ചക്കൻ്റെ ആ ചുളയൊന്നും വന്നിട്ടില്ല. ഒരു ചുള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ചുവണയാണ്. അപ്പം ഞാൻ ആ കൂന് മാത്രം ഒഴിവാക്കിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൽ നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. മുളകൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് പിന്നെ അത് മൂടി വെച്ചിട്ട് വെന്തതിന് ശേഷമാണ് പിന്നെ മുളകൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 വിസിലടിച്ചതിൻ്റെ ശേഷം ഞാനത് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം അതിലുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഊറ്റിയെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ട്. പിന്നെ ചുള ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചൊരു വെന്ത് ഉടഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടായ ചട്ടിക്ക് കടുക് ഇട്ട് കൊടുത്തതാണ്, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തതാണ്. കടുകിട്ട് കൊടുത്തതിൻ്റെ ശേഷം പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പച്ചമുളകിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടാവുക വറ്റൽമുളകാണ് കേട്ടോ, ഉണക്ക മുളകാണ് ഉണ്ടാവുക. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളകിലിട്ടത്. അങ്ങനെ ഇത് നല്ല മൂത്ത് വെന്തതിൻ്റെ ശേഷം ഞാൻ ചക്കൻ്റെ വെന്ത് വന്ന ചക്ക ഉണ്ടല്ലോ, അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. സംഭവം ഇങ്ങനെയാണ് കാണാനെന്നുണ്ടെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറിയൊക്കെ ഒഴിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വൈകുന്നേരമൊക്കെയാണ് പിന്നെ ചായക്ക് തിന്നിക്കുകയാണ്. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ